ഓക്കെ, നമ്മളെ കണ്ടു തോന്നുന്നു ഗൈസ്. ഡാഡിക്കുള തോന്നുന്നു. അയ്യോ, പെട്ടെന്ന് പോവാ ഗൈസ്. ഇപ്പം നമ്മുടെ മമ്മി നമ്മളെ കണ്ടുട്ടാ. അയ്യോ, പിടിച്ച് ഇപ്പം നമ്മുടെ മമ്മി നമ്മുടെ മുഖത്തൊന്ന് പൊട്ടിക്കും, ഉറപ്പാണ്. മോനെ, പണിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. പൊട്ടിച്ചു. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ദ സ്കൂൾ ബോയ് റണ്ണവേ ആണ് ഗൈസ്. അപ്പോൾ ഇത് ഒരു 2.5 കൊല്ലം മുമ്പേ ഇറങ്ങിയ ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ അത് എന്തായാലും കളിച്ച് നോക്കാം. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ ഒരു പഠിത്തത്തിൽ ഭയങ്കര മടിയനാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. നമ്മുടെ പാരൻസ് നമ്മളെ പഠിക്കാൻ ഏൽപ്പിക്കും. നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകണം. അതാണ് ഗെയിം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈസി മോഡാണ് ഞാൻ സെലക്ട് ചെയ്യാൻ. എന്തായാലും ഗെയിം കളിച്ച് നോക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ കുറച്ച് ഇൻട്രോയിലുണ്ട്. ഇതാണ് നമ്മൾ എന്തോ കമ്പ്യൂട്ടറിൽ എന്തോ ആക്കിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ജനലിൻ്റെ പുറത്ത് കണ്ടോ ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ വന്ന് വിളിക്കുന്നുണ്ട്, ആൻഡ്രൂ എന്ന്. നമ്മുടെ പേര് ആൻഡ്രൂ എന്നാണ്. നമ്മളുടെ അമ്മയോട് ചോദിച്ചു പുറത്ത് പോയിക്കോട്ടെ. അമ്മ പറഞ്ഞു ക്ലാസ് ടേണിൽ കാണിക്കാൻ ഹോംവർക്ക് ചെയ്തൊന്നുമല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ് ടേണിൽ കാണിക്കാൻ പോയെന്ന്. നമുക്ക് F ഗ്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലും ഭയങ്കര മിസ്ബിഹേവ് ഇടാന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ അമ്മ പുറത്ത് പോകണ്ട, പോയിരുന്ന് പഠിക്കാനാണ് പറയുന്നത്. കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞുവിടുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാനാണ് പറഞ്ഞ്. എന്തെങ്കിലും കച്ചറ കളിച്ചാൽ തല്ലു തരുമെന്നെല്ലാം പറയുന്നു. ഓക്കെ, ഇവിടെ കളി തുടങ്ങാലേ. നമുക്കിനി ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം ഗൈസ്. ഞാനും എൻ്റെ പഠിത്തം ഒരുമിച്ച് പോകില്ലെന്നാ പറയുന്നത് ഇവൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എല്ലാം അന്വേഷിച്ച് നോക്കണം ഗൈസ്. ഇതില്ലേ, ഞാൻ ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അന്ന് റൂഫ് എസ്കേപ്പ് ആയിട്ടാണ് ചെയ്തത്. വേറൊന്ന് എനിക്കറിയില്ല എന്താക്കണമെന്നൊന്നും. അതുപോലെ ഞാൻ മാർക്കുകയും ചെയ്തു. എന്തായാലും നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നോക്കാം ഗൈസ്. ഇവിടെ നമ്മുടെ റൂമിൽ കുറേ കമ്പ്യൂട്ടറിലുണ്ട്. കുറേ അല്ല, ഒന്ന്. നമുക്കില്ലേ എടുത്ത് ഈ ഷെൽഫിലൊന്ന് തുറന്നു നോക്കാം. ഇതിലൊന്നുമില്ല ഗൈസ്. നമുക്ക് അവിടെയുള്ള ആ കബോർഡ് നോക്കാം. ഇതിനകത്തും കുറേ ബുക്കാന്നുള്ളത്. ഇതിനകത്തൊന്നുമില്ല. ഇവിടെ ഒരു കുപ്പിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം ഗൈസ്. ഈ ഷെൽഫിൽ ഒന്നുമില്ല, ഒരു ബാഗ് ആയിട്ടാണ്. പിന്നെ 2 ഷൂസ് ഉണ്ട്, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുറേ ബുക്കാണ്. ഗൈസ്, ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റിൻ്റെ അടി നമുക്ക് തിരിക്കാൻ പറ്റും ഗൈസ്. ഇവിടെ അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് 2 ബാറ്ററി കിട്ടും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഫ്ലാഷ് ലൈറ്റ്, നമുക്ക് അവിടെ എടുത്ത് വെക്കാം. പിന്നെ ഇവിടെ റൂബിക്സ് ക്യൂബ് ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ ഡാഡിക്കുള്ള റൂമിലെ ഒരു ലോക്കർ ഉണ്ട്. അതിൻ്റെ കോഡാണ്. അത് നമുക്ക് വഴി അടിക്കാം അടത്തുമ്പോൾ. കാരണം അവിടെ ഒരു കളർ ഉണ്ടോ ഗൈസ് ആ ലോക്കറിന്. ആ കളർ ഇവിടെ റൂബിക്സ് ക്യൂബിന് നോക്കിയിട്ട് അങ്ങനെ കൊണ്ടടിക്കണം. പിന്നെ ഈ ഷെൽഫിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ഫോട്ടോ ഉണ്ട് ഗൈസ് ഇവിടെ. അതിനില്ലേ, ഈ ഫോട്ടോയുടെ ബാക്കിൽ 19/7/2010 പിന്നെ 8 അങ്ങനെ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അത് എഴുതിയല്ല ഏതോ ഒരു ലാംഗ്വേജിലാണ് കേട്ടോ. അപ്പോൾ ഇതില്ലേ, ഈ ഫോട്ടോ എടുത്തത് 19/7/2010 ഗൈസ്. അതേപോലെ നമുക്കിപ്പോൾ 8 വയസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഓപ്പൺ ആക്കണം ഗൈസ്. ഇത് ഓൺ ആക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡാണ് ആ ഫോട്ടോയുടെ ബാക്കിലല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ എൻ്റർ പാസ്വേഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം, കാരണം ഹിൻഡ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഹിൻഡ് വന്നു. ഹിൻഡ് പറയുന്നത് ആൻഡ്രൂ പ്ലസ് ഇയർ ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ആൻഡ്രൂന്ന് അങ്ങനെ അടിക്കണം. ഇയർ ഓഫ് ബർത്ത് പറഞ്ഞാലാണ് ഈ ഫോട്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് 19/7/2010 ഈ ഫോട്ടോ എടുത്തത് നമുക്ക് 8 വയസ്സിൽ. അപ്പോൾ 2010 8 കുറച്ച് 2002 അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇയർ ഓഫ് ബർത്ത്. അപ്പോൾ ആൻഡ്രൂ 2002 എന്നാണ് നമ്മുടെ പാസ്വേഡ് വരുന്നത്. അപ്പോൾ അത് അടിക്കണം ഗൈസ്. ഞാൻ ഈ ഗെയിം കളിച്ചതിന് ശേഷമാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് തന്നെ കളിക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല, അതുകൊണ്ടാണ്. ഏതായാലും ഈ സമയം തന്നെ നമ്മുടെ മമ്മിയിലെ വെള്ളമൊഴിക്കാൻ പുറത്ത് പോകുന്നത്. ഇവിടെ നമുക്ക് ആൻഡ്രൂ 2002 കാണിച്ചു കൊടുക്കാം.
ഓപ്പണായി ഗൈസ്. നമുക്കില്ലേ ഈ സമയം ഒന്ന് അടുക്കളയിൽ പോയിട്ട് വരാം. അടുക്കളയിൽ ഒരു ആവശ്യമുണ്ട്. നമുക്കില്ലേ ഈ ജനൽ തുറന്നിടണം ഗൈസ്. അതിന് വേണ്ടി ഇവിടെ ഈ പുക കളയുന്ന സാധനമില്ലേ ഇതൊന്ന് ഓഫാക്കി ഇടാം. അപ്പോൾ അടുക്കളയിൽ മൊത്തം പുക എന്നറിയും. എന്നിട്ട് ഇത് ഓണാക്കി ഇടണം പെട്ടെന്ന് തന്നെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ റൂമിലും പോവാം. ഇതിൽ മമ്മി പിടിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫാക്കിയ സമയം കൊണ്ട് അടുക്കളയിൽ മൊത്തം പുകയായിട്ടുണ്ടാവും. അപ്പോൾ മമ്മി തന്നെ ആ പുക കളയാൻ വേണ്ടി ജനൽ തുറന്നിടും. അപ്പോൾ നമുക്ക് ജനൽ വഴി പുറത്തേക്ക് പോവാം. നമ്മളായിട്ട് തുറന്നിട്ടാൽ മമ്മി പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും മമ്മി ഉണ്ട്. ഇപ്പോൾ പുക മമ്മി പറയുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ മമ്മി അവിടെ ജനൽ തുറന്നിട്ടിട്ടുണ്ടാവും. നമുക്കല്ല ഈ സമയം മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു. മമ്മി എന്തായാലും ഉള്ളിട്ട് പോയി. നമുക്ക് മെല്ലെ ഒന്ന് ഇറങ്ങാം ഗൈസ്. നമുക്ക് അപ്പുറം ഒന്ന് അടപ്പിലൊന്ന് തപ്പാം. ഇവിടെ ഒരു കബോർഡ് ഉണ്ട് ഗൈസ്. നമുക്ക് തുറന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഇതിലും ഒന്നുമില്ല, ഇതിലും ഒന്നുമില്ല. പിന്നെ ഈ കബോർഡിൻ്റെ മുകളിലുള്ള കുറേ ഇതില്ല ഗൈസ്, ബുക്കും ഒരു ചെടിയും. അതൊന്നും തൊടണ്ട, തൊട്ടാലേ അത് അനങ്ങും ഗൈസ്. അപ്പം മമ്മി പിടിക്കും. ഓ സംതിങ് പ്രസ്സിങ് ഐ വിൽ ഗോ ടു ദ ടോയ്ലറ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡാഡിക്കുള്ള മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് മൂത്രയ്ക്കാൻ വരുന്ന ഗൈസ്. പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലിട്ട് വരണം. ഇതിൽ നമ്മൾ ഡാഡിക്കുള്ള നമ്മളെ പിടിക്കും. നമുക്ക് ഇതുവരെ 2 ബാറ്ററി അല്ലാണ്ട് വേറൊന്നും കിട്ടിയിട്ട് ഗൈസ്. പിന്നെ ഒരു റൂബിക്സ് ക്യൂബ് ഉണ്ട്. അത് കോഡ് അടിക്കണത്. നമ്മൾ എന്തായാലും ഇതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇരുന്ന് പഠിക്കുക. ഡാഡിക്കുള്ള തിരിച്ചെന്തായാലും പോട്ടെ. ഇതിലിപ്പോൾ ഇറങ്ങുന്ന റിസ്ക് ആയിരിക്കും. ഇതേ സമയത്തിന് മമ്മി വെള്ളമൊഴിക്കാനും കൂടി പുറത്തു പോയാൽ എന്തായാലും പിടിക്കും. പിന്നെ ലൈസ് ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കിയതിൻ്റെ കാരണം വെച്ചാൽ ഡാഡിക്കുള്ളിൽ ഫേസ് മെസ്സേജ് ഇടാൻ പറ്റും ഗൈസ്. എന്നിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനാണ്. അത് നമുക്ക് വഴി തന്നെ കാണിച്ചു തരാം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ്. അതും അച്ഛനും അമ്മയും കാണുന്നുണ്ട്. എന്തായാലും ഡാഡിക്കുള്ളിൽ മെല്ലെ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ പോയി തോന്നുന്നു. നമുക്കിടുന്ന് ഇറങ്ങാമല്ലേ. നമുക്ക് ഒന്നും കൂടി ബാത്റൂം പോയിട്ട് നോക്കണം ഗൈസ്. ഓക്കെ ഇവിടെ ഒരു ബിന്നുണ്ട് ഗൈസ്. അതിനകത്തൊന്നും കാണുന്നില്ല. പിന്നെ ടാപ്പ് എല്ലാം ഇത് തുറന്നാൽ ടോയ്ലറ്റ് പേപ്പർ അങ്ങനത്തെ ഇല്ല ഗൈസ്, ഒന്നുമില്ല. പിന്നെ ഒരു കർട്ടൻ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു മോപ്പ് ഉണ്ട് ഗൈസ്. ഈ മോപ്പിൻ്റെ അടിയിലില്ലേ ഒരു സ്ക്രൂ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ക്രൂ അയച്ചാലില്ലേ ആ ഒരു പലക കിട്ടും. അതൊരു ലാഡറിൻ്റെ സ്റ്റെപ്പാക്കിയിട്ട് വെക്കേണ്ടതാണ്. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ട്രയൽ വീഡിയോനകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു ബൾബ് കിട്ടിയ വേറൊന്നുമില്ല. നമുക്ക് കർട്ടനെല്ലാം അടച്ചിട്ട് വെക്കണം. പിന്നെ ഡേർട്ടി ബാത്റൂം എന്തല്ലോ വരുന്നതിൽ നിന്ന്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഗൈസ് നെയിൽസാ തോന്നുന്നു. സ്ക്രൂ കൂടാന്നാണ് പറയുന്നത്. പിന്നെ വാഷിംഗ് പൗഡർ കിട്ടിയിട്ടുണ്ട്. അത് ഇതെല്ലാം എടുക്കണ്ട, അടുത്തന്നെ വെച്ചേക്കാം. പിന്നെ ഇവിടെ നിന്നൊന്നും ഇല്ല തോന്നുന്നു. ഇത് പുറത്തിറങ്ങാം. പിന്നെ ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ലോക്കഡ് വിത്ത് കീ എന്നാണ് പറയുന്നത്. ഓക്കെ നമുക്ക് ഇതിൽ ഗേറ്റ് എസ്കേപ്പ് ഉണ്ട്, റൂഫ് എസ്കേപ്പ് ഉണ്ട്, പിന്നെ കോളിംഗ് ബെൽ എസ്കേപ്പ് ഉണ്ട്. ഈ 3 അറിയാം ഗൈസ്, വേറൊന്നും അറിയില്ല. പിന്നെ ഇതിൽ അങ്ങനെ ചെയ്യണമെന്നതിൻ്റെ പകുതി ഓർമ്മ എനിക്കില്ല. ബാക്കിയെല്ലാം ഞാൻ മറന്നു. ഇതിൽ കളിച്ചു. ഞാൻ ട്രയൽ വീഡിയോ എല്ലാം കുറച്ച് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴത് ഇത്രയും ഓർമ്മ വന്നേ. എന്തായാലും ഡാഡിക്കുളിൻ്റെ റൂമില്ലേ അങ്ങോട്ടേക്ക് മെല്ലെ പോകാം. ഒരു ഡാഡിക്കുളില്ല. പെട്ടെന്ന് തന്നെ റൂം. ഓ മമ്മി വെള്ളമൊഴിക്കാൻ പോലെ എൻ്റെ അമ്മക്ക് പിടിച്ചനെ. മമ്മി പോട്ടെ ഗൈസ്. വാതിൽ തുറന്നിട്ടുണ്ട്. നമുക്കില്ല ഈ സമയം അടുക്കളയിൽ പോയിട്ട് വരാം ഗൈസ്. അവിടെ കുറേ കബോർഡ് ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് വരാം. ഓക്കെ പോവാം. പെട്ടെന്ന് നോക്കണം, സമയമൊന്നും ഉണ്ടാവില്ല. മമ്മി പെട്ടെന്ന് തന്നെ വരും. ഓക്കെ ഇതിനകത്തൊന്നുമില്ല, ഇതിലും ഒന്നുമില്ല, ഇതിനകത്തും ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഗൈസ് ഹാമർ കിട്ടി. പിന്നെ ഇതിനകത്തൊന്നുമില്ല. എന്തായാലും ഒരു സാധനം വെച്ചേ കിട്ടൂ. ഇവിടെ ഒരു പെട്ടിക്കകത്ത് വേറൊന്നും ഉണ്ടാവില്ല. കണ്ട ഗൈസ് ഒന്നുമില്ല. നമുക്കതിൽ വേഗം പോവാം. അടക്കടക്ക്. ഓക്കെ എല്ലാം സെറ്റാണ്. മമ്മി തിരിച്ച് പോയി തോന്നുന്നു കേട്ടോ. ഇല്ല പൈപ്പ് ഓഫ് ആക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഉള്ളിൽ കയറും. ഇപ്പോൾ പോയി. എന്തായാലും മമ്മി ഉള്ളിൽ പോട്ടെ ഗൈസ്.
പോയി തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഡാഡിക്കുള്ള റൂമിൽ പോകണം ഗൈസ്. ഇനി അവിടെയും കൂടി നോക്കാനല്ലോ. മെല്ലെ ഇരുന്നുകൊണ്ട് പോവാം. ഡാഡിക്കുള്ളിയുടെ കളി ഇരുന്ന് കാണുന്നത്. നമുക്ക് മെല്ലെ പോവാം. ഓക്കെ, ഈ ഡോർ തുറക്ക്. ഉള്ളിൽ കയറിക്കോ, ലൈറ്റ് ഇട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ അതിനകത്ത് ഒന്നുമില്ല ഗൈസ്. എന്തോ ബുക്കാ തുണിയോ എന്തോ ഉണ്ടല്ലോ അവിടെ. പക്ഷേ ഇതന്നെ ഓർക്കില്ല. മോളത്തെ പെട്ടി. ഓക്കെ, ഇത് ലോക്ക്ഡ് എന്ന് പറയുന്നു. ലോക്ക്ഡ്. നമുക്ക് ഇടുന്ന ബാരറ്റ് കിട്ടിയ ലോക്ക് പിക്ക് പോലത്തെ സാധനം. അത് വെച്ചിട്ട് ആ മോളത്തെ ലോക്ക്ഡ് പറഞ്ഞ പെട്ടി തുറക്കാം. അത് തുറന്നപ്പോൾ അതിലൊന്നും കാണുന്നില്ല. എന്തെല്ലോ സൂചി കണക്കുന്ന അങ്ങനെ എന്തെല്ലോ കുറേ സാധനം. മേക്കപ്പ് സെറ്റാ തോന്നുന്നു. മമ്മിയുടെ മേക്കപ്പ് സെറ്റ് റൂമാ തോന്നുന്നു. ഓക്കെ, ഈ കണ്ണാടി നമ്മളെ കാണുന്നില്ല കേട്ടാ. പിന്നെ നമുക്ക് ഈ ഷെൽഫ് ഒന്ന് തുറന്നു നോക്കാം ഗൈസ്. ഷെൽഫിലില്ലേ നമുക്ക് ഒളിക്കാൻ പറ്റും. പെട്ടെന്ന് ഡാഡിക്കുള്ളി വന്നതല്ലേ, നമുക്ക് ആ ഷെൽഫിലേക്ക് ഒളിക്കാം. പിന്നെ ഇവിടെ ഫോട്ടോ ഉണ്ട് ഗൈസ്. ഇത് മാരേജ് ഫോട്ടോ. പിന്നെ ഇവിടെ ഒന്നും എടുക്കാനില്ല ഒന്നും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. കബോർഡിനകത്തൊന്നുമില്ല, ഇതിലും ഒന്നുമില്ല. നമുക്ക് കീ കാർ കിട്ടി ഗൈസ്. കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പിന്നെ ഇവിടെ ഒരു ലാപ്ടോപ്പ് എല്ലാം ഉണ്ടല്ലോ. ഈ കബോർഡിലും ഒന്നുമില്ല. ലാപ്ടോപ്പ് എന്തോ ആക്കാനുണ്ടല്ലോ. ലാപ്ടോപ്പ് ബാറ്ററീസിലോ. അതെ ഗൈസ്, നമ്മളെന്തോ ചാർജറിന് കുത്തി വെക്കണ്ടേ. പിന്നെ ഇതിൽ അടച്ചിട്ടേക്കാം. ഇതിനകത്തൊന്നുമില്ല, ഇതിലും ഒന്നുമില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കർ. ഇവിടെ വേണം. ആ നടുക്ക് പച്ച കളറിലുണ്ടായത്. അപ്പോൾ അത് നോക്കിയിട്ട് കളർ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വരണം റൂബിക്സ് ക്യൂബിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡാഡിക്കുള്ളിൽ മൂത്രയിക്കാൻ പോകുന്ന പറഞ്ഞ് നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ഒക്കെ റീഡ് ഇരിക്കാം. നമ്മുടെ റൂമിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഒളിച്ചിരിക്കാം. ഓ ഗൈസ്, പിടിച്ചാ. ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ആരും ഓഫ് ആക്കിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മളെ പിടിച്ചു തോന്നുന്നു ഗൈസ്. ഡാഡി കൂടി ഇങ്ങോട്ട് വരുമെന്നറിയില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നിട്ട് പിടിക്കുമെന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ റൂമിലെല്ലാം പോയി നോക്കിയിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല BGM ഓടുന്നുണ്ട്. നമ്മളെ പിടിക്കോ ആവോ അറിയില്ല. ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. നമ്മുടെ മമ്മി വെള്ളം ഒഴിക്കാൻ പോകുന്ന പറയുന്നത്. ഏതായാലും ബാക്ക്ഗ്രൗണ്ടിൽ BGM എല്ലാം കുറഞ്ഞു ഗൈസ്. പ്രശ്നമൊന്നുമില്ലോ. നമുക്ക് മെല്ലെ ഇറങ്ങിയാലോ. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. നമുക്ക് കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹാമർ കിട്ടി, ബൾബ്, 2 ബാറ്ററി. അവിടെ മമ്മി വെള്ളം കഴിച്ച് പുറത്തുനിന്ന്. ഓക്കെ, കയറിപ്പോലെ. വാട്ട് ആൻ ഇഡിയറ്റ്. നമ്മുടെ ഡാഡിക്കുള്ള കളിയുടെ ആവശ്യത്തിലല്ലേ. നമുക്കൊരു ഫേക്ക് മെസ്സേജ് ഇട്ടല്ലോ. മമ്മി എന്തായാലും കയറിപ്പോട്ടെ ആദ്യം. ഓക്കെ, കയറിപ്പോയി തോന്നുന്നു. നമുക്കെല്ലാം ഒരു ഫേക്ക് മെസ്സേജ് ഇടാം. ഒരു ഡാഡിയുടെ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നമ്മളൊരു ഹായ് ബേബി എന്നൊരു ഫേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഡാഡിക്കുള്ളത് നോക്കാൻ പോകും. അതെ, നമുക്ക് ഈ സമയം കൊണ്ട് അടലൊന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ലൈറ്റ് ഇട്ട് നോക്കാം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഒരു കീ കിട്ടി ഗൈസ്. ഇതാ തുറക്കാൻ പറ്റാത്ത ഡോറിൻ്റെ കീ ആണ് തോന്നുന്നു. നമുക്ക് ഇടുന്നതിൽ പോവാം. പക്ഷെ ഞാൻ ആ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞു കേട്ടാ. പക്ഷെ ഇത് പിടിക്കുമെന്നറിയില്ല. ഇപ്രാവശ്യം പിടിച്ചാലും നമ്മളിവിടെ കാണാൻ പറ്റും ഗൈസ്. ഈ നമ്മുടെ റൂമിലോട്ട് കയറി വന്ന് നമ്മളെ പിടിക്കാൻ പറ്റും. നേരത്തെ പിന്നെ കബോർഡിനുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടാ. കുഴപ്പമൊന്നുമില്ല ഒന്നല്ലോ. ഡാഡിക്കുള്ളി ശ്രദ്ധിച്ചിട്ടത്. ഞാൻ ആ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി.
ഓക്കെ ഒരു പ്രശ്നമില്ല, നമുക്ക് എന്തായാലും നല്ല പോവാം. ഡാഡിക്കുള്ള വീണ്ടും അവിടെ നിന്ന് കളി കാണല്ലേ, ശ്രദ്ധിച്ചിട്ടാ തോന്നുന്നത്. ഓക്കെ നമുക്ക് മെല്ലെ പുറത്തിറങ്ങാം. ഈ ഡോറിൻ്റെ കീ ആണ് കഴിച്ച് ഇത്, നമുക്കത് തുറക്കാം. നമുക്ക് കിട്ടിയ ബൾബില്ലേ ഗൈസ്, അത് ഈ ഫോൾഡറിൽ ഇടണം ഇവിടെ. ഒക്കെ അത് ഇട്ടിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓൺ ആക്കാം. നമുക്ക് ലൈസ് ഇവിടുന്ന് ചാർജർ കിട്ടി. ഇതാണ് ലാപ്ടോപ്പ് കുത്തിവെക്കാനുള്ള ചാർജർ. പിന്നെ ഇവിടെ കുറേ ഉരുളക്കിഴങ്ങ് മാങ്ങയോ അങ്ങനെ എന്തോ സാധനം കുറേ ഉണ്ട്. പിന്നെ ലോക്ക്ഡ് വിത്ത് കീ എന്ന് പറയുന്നു. പിന്നെ വേറെ ഈ പെട്ടിക്കത്തൊന്നുമില്ല. ഇവിടെ ബക്കറ്റിലുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അതൊന്നും ആവശ്യമില്ല തോന്നുന്നു. പിന്നെ സൈക്കിളിൻ്റെ ടയർ ഇതെന്തെന്നറിയില്ല. തുണി തൂക്കേണ്ട സാധനമുണ്ട്, ഇതിലൊന്നുമില്ല തോന്നുന്നു. ഇല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. പക്ഷെ നമുക്ക് കിട്ടിയ ബാറ്ററി ഇതിനകത്ത് ഇടാട്ടാ. പക്ഷെ 2 കിട്ടിയിട്ട് ഒന്നും കൂടി വേണം. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് എന്തെന്ന് ആക്കട്ടെന്ന് അറിയില്ല. നമുക്കതിൽ മെല്ലെ നോക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകുക, നമ്മളെന്തായാലും പിടിക്കണ്ട. ഞാനല്ലേ ആ ചാർജർ ഇവിടെ കുത്തിവെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ കുത്തിവെക്കണ്ടേ, ഇതെന്തോ ആവുന്നില്ലല്ലോ. എന്താ ആവാത്തെ? ആയി സെറ്റ്. പാബ്ലോ ഗനാഡി എൻ്റെ പാസ്വേഡ് നമുക്ക് അറിയില്ലല്ലോ. ഹിന്ദി നോക്കാം. ഹിന്ദി ഗനാഡി പ്ലസ് ഫാനാ എന്താന്നിപ്പാ, എന്തോ ഫാൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തിനൊന്നും അറിയില്ല. ഓക്കെ നമ്മുടെ മമ്മി വീണ്ടും വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ലാപ്പ് ഒന്ന് അടച്ചിട്ടേക്കാം. പിന്നെ ഈ ചാർജർ എടുക്കണ്ടല്ലോ, സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ചാർജർ ആരും ഇവിടെ കൊണ്ടുവച്ചത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല തോന്നുന്നു, ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പോൾ ലോക്കർ അടിക്കാനുണ്ട്. അതൊന്ന് മെല്ലെ പുറത്തേക്ക് പോയിട്ട് ഏതെങ്കിലും മമ്മി പുറത്തല്ല, നമുക്കൊന്ന് ജനൽ വഴി പുറത്തേക്ക് പോയാലോ. എന്തായാലും റൂമിൽ പോയി ഒന്നും ആക്കാനൊന്നുമില്ല, നമുക്ക് ഇതിലെ മെല്ലെ പുറത്ത് പോയി. ഈ സൈഡാണ് പൈപ്പുള്ളേ. ഇപ്പം അങ്ങോട്ട് പോയാൽ ഇപ്പം മമ്മി പിടിക്കും. പൈപ്പ് ഓഫ് ഒക്കെ വരുമ്പോൾ നമ്മളെ കണ്ടെങ്കിലോ. ഏതെങ്കിലും മമ്മി അടുക്കളയായിട്ട് തിരിച്ച് വരട്ടെ, അത് നമുക്ക് ഇവിടെ നിൽക്കാം. ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗൈസ് നമ്മുടെ ഡാഡി കൂടെ ആടിയിരുന്ന് ഭയങ്കര ചിരിയാണ്. ഓക്കെ മമ്മി വന്നോന്നറിയില്ല ഗൈസ്, കാണുന്നില്ല ഇവിടെ. ഇനി കാർക്കി തുറക്കാനുണ്ട് ഗൈസ്. മമ്മി വന്നു ഗൈസ്. കാർക്കി ഉണ്ട്, ഹാമറും ഉണ്ട് കയ്യിൽ. വേറെ ഒന്നും കിട്ടിയിട്ട. ഇത് അവരെ ബെഡ്റൂമാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല, നമുക്ക് ഇതിലെ മെല്ലെ പോവാം. പക്ഷേ അപ്പുറം ഡാഡിക്കുള്ളിൽ ഇരിക്കുന്ന റൂമുണ്ട്, അവിടെ മെല്ലെ പോകാൻ പറ്റില്ല ഗൈസ്. മെല്ലെയും പോകാൻ പറ്റില്ല, സ്പീഡിലും പോകാൻ പറ്റില്ല. ഡാഡിക്കുള്ള നമ്മളെ കാണും. ഇതാ TV. പിന്നെ ഇതാ ഡാഡിക്കുള്ള അവിടെ ഇരിക്കുന്നത്. നമ്മൾ അതിലേ പോയി ഡാഡിക്കുള്ള ജനലിലൂടെ നമ്മളെ കാണും. അപ്പോൾ മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ മൂത്രം വയ്ക്കാനോ ഡാഡിക്കുള്ള എണ്ണിച്ച് പോകുമ്പോൾ നമുക്ക് പോകാൻ. ഇപ്പം എന്തായാലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഈ സമയം മെല്ലെ പോവാം. ഓക്കെ മെസ്സേജ് നോക്കാൻ പോട്ടെ. ഓക്കെ ഗൈസ് സെറ്റാണ്. നമുക്കല്ലേ ഇപ്പോൾ വേഗം പോയിട്ട് കാറ് തുറക്കാം. ഡിക്കി എന്നോ തുറക്കല്ലേ. ഇവിടുന്ന് നമുക്ക് ആൻറ്റി ഫാറ്റ് കിട്ടി ഗൈസ്. ഓക്കെ നമ്മളെ കണ്ടു തോന്നുന്നു ഗൈസ്, ഡാഡിക്കുള്ള തോന്നുന്നു. അയ്യോ പെട്ടെന്ന് പോവാ ഗൈസ്. ഇപ്പം നമ്മുടെ മമ്മി നമ്മളെ കണ്ടുട്ടാ. അയ്യോ പിടിച്ച് ഇപ്പം നമ്മുടെ മമ്മി നമ്മുടെ മുഖത്തൊന്ന് പൊട്ടിക്കും, ഉറപ്പാണ്. പടിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ടു തിന്നാം. പൊട്ടിച്ചു. Grab the broom and get to it. I don't want a നമ്മൾ single ബ്രൂം speck of കൊണ്ട് ഇവിടെ dust മൊത്തം left. അടിച്ച് ക്ലീൻ ആക്കാൻ പറയുന്നു. പണിഷ്മെന്റ് ആണ് നമ്മൾ പഠിക്കാത്തതുകൊണ്ടല്ലേ. അയ്യോ എന്തൊരവസ്ഥയാണ്. ഒരു ഇല പോലും ഉണ്ടായിക്കൂടെ എന്നാ പറയുന്നത്. എൻ്റെ സംശയം അതല്ല, നമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും കളിക്കാൻ വേണ്ടി. എന്തായാലും തിരിച്ച് ഇങ്ങോട്ടല്ലേ വരേണ്ടത്. അപ്പോൾ എന്തായാലും ഇവർ നമ്മളെ അടിച്ച് പൊട്ടിക്കില്ല നമ്മുടെ മോകോലം. അതിന് നല്ലത് അങ്ങോട്ട് പോവാതെ വീട്ടിലിരിക്കുന്നതല്ലേ. എന്തായാലും ഇവിടെ നിന്ന് അടിച്ചു വരാം ഗൈസ്.
ഇങ്ങനത്തെ കുറേ ഇല കണ്ട, ഒരു മഞ്ഞ കളറുടെ ഇല, അതാണ് അടിച്ച് നമ്മൾ ക്ലീൻ ആക്കണ്ടേ. ഓക്കെ, നമ്മളുടെ വീണ്ടും പോയിരുന്ന് പഠിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാം സെറ്റാണ്. നമുക്ക് മെല്ലെ ഇവിടെ നിന്നും കൂടി പോവാം. ഡാഡിക്കുള്ളിൽ വീണ്ടും ഫേക്ക് മെസ്സേജ് ഇടാമല്ലോ നമുക്ക് ആ റൂം ഒന്നുകൂടി നോക്കാനുണ്ട് ഗൈസ്. എല്ലാ കബോർഡൊന്നും നോക്കിയിട്ടുണ്ടായിട്ടാ. ഇതെന്താ ഓപ്പൺ ആകാത്തെ? ആയി, നമുക്കൊന്നും കൂടി ഫേക്ക് മെസ്സേജ് ഇടാം. ബേബി ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക്, അങ്ങനെ എന്തോ നമ്മൾ അയച്ചിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് നോക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഈ സമയം മെല്ലെ പോവാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതിലുറക്കാം. ഇനി മെല്ലെ ലൈറ്റ് ഇട്ടേക്കാം. ഇനി ഇവിടെ എല്ലാം നോക്കാം. ഈ സമയം ഇടുന്ന് നോക്കിയിട്ടുണ്ടായിട്ടാ. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോഴും ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മളെ പിടിക്കുമെന്ന് അറിയില്ല, നേരത്തെ പിടിക്കാത്തതുകൊണ്ട് പിടിച്ചു പോയി. പക്ഷെ നേരത്തെ പിടിച്ചിട്ടല്ലോ, ഞാൻ വിരിച്ച് പിടിക്കില്ലായിരുന്നു. അയ്യോ, നമുക്കിനി ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫും കൂടി ഇല്ല ഗൈസ്. 220 സ്ക്വയർ സ്കിപ്പിൽ, അതായത് നമ്മൾ ഇരുന്നും പൊങ്ങി 20 പ്രാവശ്യം ചെയ്യണം. 1 പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, ഇപ്പം ഇങ്ങനെ കാണിക്കുന്നു. അപ്പം മെല്ലെ മെല്ലെ ചെയ്യാൻ പറ്റും. 4 ആയി, 5 ആയി. എന്തായാലും ഡാഡിക്കുള്ള ഇട്ട് 2 ലൈഫ് ഒറ്റ അടിക്ക് പോയി. പക്ഷെ ഞാനത് ലൈറ്റ് ഓഫ് ഒക്കെ മറന്നേ പോയി. ഇനി ഒരു ലൈഫും കൂടി ഇല്ല, അതുകൂടി കഴിഞ്ഞാൽ കളി തോറ്റു തോന്നുന്നു. 18, 19, 20. നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലെത്തി. നമുക്ക് ഒന്നും കൂടി ഫേസ് മെസ്സേജ് ഇട്ടാലോ? എന്തായാലും അവിടെ കുറേ ഇനിയും നോക്കാനുണ്ട്. അത്ര ഒന്ന് നോക്കിയിട്ടില്ല, ഒന്നും കൂടി ഇടാം. ആ ടി വിയുടെ അടിയിൽ കുറേ കബോർഡ് ഉണ്ട്, അതൊന്ന് നോക്കണം ഗൈസ്. ഇപ്രാവശ്യം പിടിക്കുമെന്നറിയില്ല. ഓക്കെ, ഡാഡിക്കുള്ളിൽ പോയി തോന്നുന്നു. മെല്ലെ തുറന്നാലോ? ഓക്കെ, ലൈറ്റ് ഇടേ, പെട്ടെന്ന് പോവാം. ഇവിടെ കുറേ എന്തെല്ലാം കുപ്പിയിലുണ്ട്, കുപ്പിങ് ഗ്ലാസ് എല്ലാം. പിന്നെ ഇതിലൊന്നുമില്ല, കൺട്രോൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിനൊന്നുമില്ല, ഇതിലൊന്നുമില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. സൗണ്ട് ബോക്സെല്ലാം ഉണ്ട്, നല്ല സെറ്റപ്പിലാണ് ഡാഡിക്കുള്ളിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇതിൽ ലൈറ്റ് ഓഫ് ആക്കി, പക്ഷെ മറക്കണ്ട എന്തായാലും. ബെൽട്ടെല്ലാം ഉണ്ട് ഗൈസ്, അത് ചന്തി അടിച്ച് പൊട്ടിക്കലായി. ഓക്കെ ഗൈസ്, എന്തായാലും ഈ കളി തോറ്റു. നമുക്ക് അടുത്ത പ്രാവശ്യം വരായി. പ്രാവശ്യം എന്തെല്ലാം മണ്ടത്തരം കളിച്ചു. അപ്പോൾ ബൈ. എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു, ലവ് യു, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.